ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു വാല്യൂഷൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വാല്യൂഷൻ ആണ്. അവിടെ ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സെൻറ്റർ. ഞാനൊരു അൺഎയ്ഡഡ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് നന്ദിതയ്ക്കും അവിടെ തന്നെയാണ് സെൻറ്ററായിട്ട് കിട്ടിയിട്ടുള്ളത്. അവളൊരു എയ്ഡഡ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പെർമനൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളുടെ കോളേജുകൾ അടുത്തടുത്തായതുകൊണ്ട് പൊതുവേ ഞങ്ങളൊരു ചീഫിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരാറ് എപ്പോഴും. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കോളേജിലേക്കുള്ള വഴിയാണിത്. മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ ലാസ്റ്റ് വാല്യൂഷൻ ആയിരിക്കാനാണ് സാധ്യത. ബിക്കോസ് PSC പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഐ തോട്ട് വൈ കുഡന്റ് ഐ റെക്കോർഡ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ വ്ളോഗ്. കുറച്ച് കാലം കഴിഞ്ഞ് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു മെമ്മറി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗാക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നുമല്ല കാണിക്കുന്ന വാല്യൂഷൻ്റെ. ജസ്റ്റ് ഞാൻ യാത്ര ചെയ്യുന്നതും തിരിച്ചു വരുന്നതും ആളുകൾ ആരൊക്കെ കാണുന്നു എന്നുള്ളതും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. കോളേജിൻ്റെ ഒഫീഷ്യൽ ഗേറ്റ് ഒന്നും അല്ല ഇത്. ഇതൊരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. നമ്മളത് കയറി ചെല്ലുമ്പോഴത്തേക്ക് ബ്രീത്ത് കിട്ടാതാവും. പക്ഷെ എന്നാലും എനിക്ക് ആ വഴി പോകാൻ താല്പര്യമില്ല. ഇതിന് തന്നെ വരാനാണ് താല്പര്യം. മേ ബി അത്ര ദൂരം നടക്കാതെ പെട്ടെന്ന് എത്താമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ക്യാമ്പസാണ് ഇത്. ആക്ച്വലി ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ മോഡലിലാണ്. അവിടെ മരങ്ങളുടെ സ്പീഷീസ് നെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട്. ഇതെൻ്റെ ഫ്രണ്ട്. അതിനിടയിലുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അതിനുശേഷം പിന്നെ ഈവനിങ് വാല്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. വടകര ഇറങ്ങി ബർഗർ കഴിക്കണോ എന്നുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഇന്നിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്താ പറയുക, നാളെ ആക്കാം അല്ലേ? 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഗൈസ്. പക്ഷേ വെയിൽ തുടങ്ങും. ഇവിടെ എന്ന് ക്യാമ്പ് ഉണ്ടോ അന്ന് വെയിലായിരിക്കും. അതാണ്. അടുത്ത ദിവസം ബർഗർ കഴിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വ്ളോഗ് ഒരു ദിവസം കൂടെ ഉണ്ടാവുമേ. ഓക്കെ. പിന്നെ പൈസ പുറത്തെടുക്കണം. അതെ. കണ്ണൂർ കാലിക്കറ്റ് ബസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കയറിയാൽ പിന്നെ പിടി വിടാൻ പറ്റില്ല, അത്രയും സ്പീഡായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പൈസയൊക്കെ നേരത്തെ എടുത്തു വെച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ വെയിൽ ഗൈസ്. ഇത് സഹിച്ചുകൊണ്ടിരിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡോ മരങ്ങളോ ഒന്നുമില്ല, റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് വടകര അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വാല്യൂഷന് വരുന്ന സമയത്ത് നോർമലി ഞാൻ പോകാറുള്ളതാണ് അവിടെ. അതുകൊണ്ട് തന്നെ നന്ദു കൊയിലാണ്ടിക്ക് നേരെ വിട്ടു. ഞാൻ വടകര ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഒന്നും തെറ്റിയിട്ടൊന്നുമില്ല, കറക്റ്റാ പറഞ്ഞോടത്തെ. അവിടെ എത്തുന്നത് വരെ അവിടെ തങ്ങണം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരവിടെ മന്തിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ആകെ ടയേർഡായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായതുകൊണ്ട് ഞാൻ അന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഗൈസ്, ഇത് കണ്ടേ, ചിന്നു അവളുടെ ഡ്രസ് കളക്ഷൻ കാണിച്ചു തരും. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിലെല്ലാം ഒന്നും ചിന്നു പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ലജി, അവിടെ നിൽക്കാൻ തീരുമാനിച്ചത് പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസം വാല്യൂഷന് പോകാനായിട്ട് ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. വളരെ റെയറായിട്ടാണ് എനിക്ക് പറ്റിയ സൈസിൽ ചിന്നയുടെ അടുത്ത് ഡ്രസ്സ് ഉണ്ടാവുന്നത്. പിറ്റേ ദിവസം മോർണിംഗ് ഇതാ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി. സ്മേരേഷ് ഇതാ എനിക്കുള്ള ലഞ്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടിയപ്പവും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചെറുപ്പത്തിലെ കസിൻസ് ആരെങ്കിലും ചിന്നുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവള് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം ഞാൻ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഇപ്പം ആൾക്ക് നല്ല മാറ്റമുണ്ട്. വെയിറ്റ് കൂടുന്നു, അതാണെങ്കിൽ പിന്നെ കുറയുന്നുമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാനിത് ഇറങ്ങായി. നന്ദിത നേരെ കോളേജിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് കഴിക്കാനാ വന്നേ? നമ്മൾ ബർഗർ കഴിക്കാൻ വന്നു. യെസ്, ബർഗർ പ്ലസ് എന്തെങ്കിലും. അങ്ങനെ
അങ്ങനെ ലാസ്റ്റ് ദിവസത്തെ വാല്യുവേഷനും കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ബർഗർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. യൂഷ്വലി എല്ലാ വാല്യുവേഷൻ സമയത്തും ഞങ്ങളിങ്ങനെ ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട് എന്തോ ഫ്രഞ്ച് ഫ്രൈസ്. ഇവിടെ വാഗ്ബടാനന്ദ പാർക്കിനടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. കുഴപ്പമില്ല, നല്ല ബർഗറായിരുന്നു. ഇവിടെ എൻ്റെ അമ്മയുടെ വേറൊരു അനിയത്തിയുടെ വീടും ഉണ്ട്. സാധാരണ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് ചിക്കൻ പോക്സ് ആയതുകൊണ്ട് പുറമേ നിന്ന് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അന്ന് ചെറിയൊരു ബസ് സമരവും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾക്കൊരു ബസ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഈ ഒരു വാല്യുവേഷൻ വ്ളോഗ് ഇത് അവിടെ